നൈറ്റ് ഔട്ടിംഗ് ആണ് കേട്ടോ. സോ ഹോപ്പ് യു ഗൈസ് എൻജോയ്. അപ്പോൾ പറഞ്ഞ പോലെ ഈ വർഷത്തെ ലാസ്റ്റ് ഔട്ടിംഗ് വീഡിയോ ആണിത്. മൺഡേ നൈറ്റ് എടുത്ത വീഡിയോ ആണിത്. ട്യൂസ്ഡേ മോർണിംഗ് നേരത്തെ നമുക്ക് നാട്ടിൽ പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ മൺഡേ നൈറ്റ് പുറത്തുനിന്ന് കഴിക്കാൻ വിചാരിച്ചു. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തായിട്ട് ഓപ്പൺ ചെയ്ത ഐഷാമ്മ ബിരിയാണിക്കാണ് ഞങ്ങൾ പോയത് കേട്ടോ. ഈ റെസ്റ്റോറൻറ്റ് കാണുമ്പോൾ എനിക്ക് എൻ്റെ ഫ്രണ്ട് ഐഷാനെ ഓർമ്മ വരുന്നു കേട്ടോ. കാരണം ഞാൻ അവളെ ഐഷാമ്മ എന്നാണ് വിളിക്കുക. എന്നിട്ട് ഞങ്ങൾ മുകളിൽ കയറി ഫുഡൊക്കെ ഓർഡർ ചെയ്തതിന് ശേഷം നേഹക്കൊരാഗ്രഹം അവിടുത്തെ സ്വിങ്ങിൻ്റെ ടേബിളിലിരിക്കാൻ. എന്നിട്ട് ഞങ്ങൾ അവളുടെ ആഗ്രഹം പോലെ നടക്കട്ടെ വിചാരിച്ചിട്ട് സ്വിങ്ങിൻ്റെ ടേബിളിന് വേണ്ടി വെയിറ്റ് ചെയ്തു. മക്കൾ എന്തെങ്കിലും ആഗ്രഹം പറയുമ്പോൾ അവരുടെ പേരൻസായ നമ്മൾ അത് സാധിച്ചു കൊടുക്കണ്ടേ. എന്നിട്ട് ഞങ്ങൾക്ക് ആ സ്വിങ്ങിൻ്റെ ടേബിൾ കിട്ടി. പിന്നെ നേഹാൻ്റെ സന്തോഷം കണ്ട, ഇത് കാണാനല്ലേ ഞങ്ങൾക്ക് സന്തോഷം. പിന്നെ ഞങ്ങൾ ഓർഡറാക്കിയ ഫുഡൊക്കെ വന്ന് അതൊക്കെ ഞങ്ങൾ സ്വിങ്ങിലിരുന്ന് ഇങ്ങനെ ഊഞ്ഞാലിരുന്ന് ആടി ആടി കഴിച്ചു. അതൊരു വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ, സ്വിങ്ങിലിരുന്ന് കഴിക്കൽ. പിന്നെ നമ്മുടെ മലയാളികളുടെ വികാരമായ പൊറോട്ടയും ബീഫും നിങ്ങൾക്കും തന്നിട്ട് ഞാനും ഇരുന്ന് കഴിച്ചു. പിന്നെ ബിരിയാണി കഴിക്കുകയാണെങ്കിൽ ഇങ്ങനെ കഴിക്കണം. കുറച്ച് ബിരിയാണിൻ്റെ റൈസ്, സാലഡ്, കുറച്ച് ബീഫ് ഡ്രൈ ഫ്രൈ, പിന്നെ ബിരിയാണിത്തെ ബീഫ്, പിന്നെ കുറച്ച് ചിക്കൻ. അതൊക്കെ ഒന്ന് കോട്ടി അങ്ങോട്ട് വായിലിടുമ്പോൾ എൻ്റെ സാറേ അതൊരു വേറെ ലെവൽ ടേസ്റ്റാണ്. എൻ്റെ മുഖം കണ്ടാൽ തന്നെ എനിക്ക് മനസ്സിലാവും. രസിച്ച് കഴിക്കുകയാണ് ഞാൻ അവിടെ. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഫലൂദയും ലൈം സോഡയൊക്കെ കഴിച്ചിട്ട് ഫലൂദ ബിലോ ആവറേജ് ആയിരുന്നു. കഴിച്ചതിന് ശേഷം അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഈ റെസ്റ്റോറൻറ്റ് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുണ്ടോ, 1 കിലോമീറ്ററും കൂടിയില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്ക് പോയി കിടന്നുറങ്ങി. അപ്പോൾ പിന്നെ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതേപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.